ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെനറ്റിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി യൂണിറ്റ് 5-ലെ നെക്സ്റ്റ് മൊഡ്യൂൾ തുടങ്ങുകയാണ്, ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന ആശയം മുന്നോട്ട് വെച്ചതിനെ പറ്റിയും അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ട് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തുടങ്ങുന്നുണ്ട്. അതിനുശേഷം വെക്ടേഴ്സ് എന്താണ്, അതറിയാതെ ഈ ബയോടെക്നോളജി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ബയോടെക്നോളജി പരമായിട്ടുള്ള ഏത് കാര്യം ചെയ്യുമ്പോഴും അവിടെ വെക്ടേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ ക്ലോണിങ് വെക്ടേഴ്സ്, എക്സ്പ്രഷൻ വെക്ടേഴ്സ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്മിഡ് വെക്ടേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്മിഡ് വെക്ടേഴ്സ്, ഫേജ് വെക്ടേഴ്സ്, കോസ്മിഡ്, ഷട്ടിൽ വെക്ടേഴ്സ്, ഇങ്ങനെ തുടങ്ങിയ കുറേ വെക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ യൂക്യാരോട്ടിക് വെക്ടറും ഉണ്ട്. പ്രോക്യാരോട്ടിക്കും യൂക്യാരോട്ടിക് വെക്ടറും ഉണ്ട്. പ്രോക്യാരോട്ടിക്കിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്മിഡ് വെക്ടേഴ്സും ഫേജ് വെക്ടേഴ്സും ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ ഇനി നേരെ ക്ലാസ്സിലേക്ക് പോകാമല്ലോ. കോൺസെപ്റ്റ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന ടേം കൊണ്ടുവന്നത് കരോളി എരിക്കാണ്. 1919 അദ്ദേഹം ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോ മെറ്റീരിയലിനെ പുതിയ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ എന്താണ് ഈ ബയോടെക്നോളജി എന്ന് പറയുന്നത്? ലിവിങ് ഓർഗാനിസത്തെ തന്നെ, ആ ലിവിങ് ഓർഗാനിസത്തെ നമുക്കൊരു മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാക്കാൻ വേണ്ടി അതിനെ മോഡിഫൈ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും പ്രോസസ്സും ടെക്നോളജിയും എല്ലാം ചേർന്നതാണ് ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന പദം. ഈ ബയോടെക്നോളജി നമ്മുടെ നാച്ചുറൽ സയൻസും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സയൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. കാരണം ഇത് രണ്ടും ഈ ഒരു മേഖലയിൽ ആവശ്യമാണ്. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഓർഗാനിസത്തെയും അതുപോലെ തന്നെ സെൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടുന്നതാണ്. പിന്നീട് ഇവിടെ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടാണ് പുതിയൊരു ഒരു ലിവിങ് ഓർഗാനിസത്തെ മോഡിഫൈ ചെയ്തൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതായതുകൊണ്ട് തന്നെ ബയോടെക്നോളജി ഈസ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സയൻസ് എന്ന് പറയാം. ഈ ബയോടെക്നോളജി എന്ന് പറയുന്നൊരു ഫീൽഡ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഡെവലപ്പ് ആയത്. 19-ാം നൂറ്റാണ്ടിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് ഇത് വളരെ പെട്ടെന്ന് വളർന്ന ഒരു ശാസ്ത്ര മേഖലയാണ് ബയോടെക്നോളജി. 1940 ഈ ഒരു ടെക്നോളജിയുടെ സഹായത്താൽ പെൻസിലിൻ്റെ ഉൽപ്പാദനം ഉണ്ടായി. അതൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ തന്നെ ആയിരുന്നു. ബയോടെക്നോളജി ഫീൽഡിൽ തന്നെ ഒരു വലിയൊരു സ്റ്റെപ്പായിരുന്നു ഈ പ്രൊഡക്ഷൻ ഓഫ് പെൻസിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം 1950 ഇത് വീണ്ടും ഫ്ലറിഷ് ചെയ്തു. പിന്നീട് 1972 പോൾ ബർഗർ ജെനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തു. 1972 പോൾ ബർഗർ ജെനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹം ഒരു ലാംഡ ഫേജിന് സഹായത്തോടു കൂടിയിട്ട് നമ്മുടെ SV40 വൈറസിനെ ഒരു ബാക്ടീരിയത്തിലോട്ട് കടത്തിവിട്ടു. SV40 വൈറസ് ജീനെ ഒരു ബാക്ടീരിയത്തിലോട്ട് ഇൻസേർട്ട് ചെയ്തു. അതായിരുന്നു ആ ജെനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്നറിയപ്പെട്ടു. 1980 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് നേടുകയും ചെയ്തു. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഹിൻഡ് സെക്കൻഡ് ആണ്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ഇത് ഹീമോഫീലിയ ഇൻഫ്ലുവൻസ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് കിട്ടിയതാണ്. ഹിൻഡ് സെക്കൻഡ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് എന്താണ് ബയോടെക്നോളജി, എങ്ങനെയായിരുന്നു അതൊരു സ്റ്റാർട്ട് ചെയ്തത്, പിന്നീട് അത് ജെനറ്റിക് എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് എങ്ങനെ എത്തി എന്നൊക്കെയുള്ളൊരു ചെറിയൊരു കോൺസെപ്റ്റാണ്. ഇനി എന്താണ് വെക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. മോളിക്കുലർ ബയോളജിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് വെക്ടേഴ്സ്. അതോട് വളരെ റിലേറ്റഡ് ആണ്. ആക്ച്വലി വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
DNA മോളിക്യൂൾസ് ആണ്. അത് പ്ലാസ്മിഡോ വൈറസോ എന്തായിക്കോട്ടെ, ഒരു DNA. പക്ഷേ ഈ DNA മോളിക്യൂൾസിന് ഒരു ഫങ്ഷൻ ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ DNA സെഗ്മെൻറ്റിനെ ഒരു ഹോസ്റ്റിൻ്റെ സെല്ലിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന ഒരു വെഹിക്കിളാണ്. ഇനി എന്തിനാണ് ഈ ഹോസ്റ്റ് സെല്ലിലേക്ക് ഒരു പർട്ടിക്കുലർ DNA സെഗ്മെൻറ്റ് കടത്തിവിടുന്നത്? ഒന്നെങ്കിൽ അത് ക്ലോണിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA വേണ്ടിയിട്ടായിരിക്കാം. എനിവേ അതിനൊരു പർട്ടിക്കുലർ ഫങ്ഷൻ കാണും, അല്ലെങ്കിൽ ഒരു പർപ്പസ് കാണും. അതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ DNA സെഗ്മെൻറ്റ് നമ്മൾ ഹോസ്റ്റിൻ്റെ സെല്ലിലേക്ക് കടത്തിവിടുന്നു. ഈ കടത്തിവിടാൻ സഹായിക്കുന്ന വെഹിക്കിളാണ് നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത്. അതൊരു DNA മോളിക്യൂളാണ്. ദാറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത്? മോളിക്കുലർ ബയോളജിയായിട്ട് റിലേറ്റഡ് ആണ്. ഇനി വെക്റ്റേഴ്സിൽ തന്നെ ക്ലോണിംഗ് വെക്റ്റേഴ്സും ഉണ്ട്, എക്സ്പ്രഷൻ വെക്റ്റേഴ്സും ഉണ്ട്. നമുക്ക് ആദ്യം ക്ലോണിംഗ് വെക്റ്റർ എന്താണെന്ന് നോക്കാം. ആ പേര് പോലെ തന്നെ ക്ലോൺ ചെയ്യുന്നതാണ്. ക്ലോൺ എന്ന് വെച്ചാൽ എന്താണ്? കോപ്പീസ്. അതായത് ഒരുപാട് കോപ്പീസ് നമുക്ക് വേണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ നമുക്ക് വേണ്ടുന്ന, നമുക്ക് അറിയാവുന്ന, പർപ്പസ് അറിയാവുന്ന ഒരു ജീനിൻ്റെ ഒരുപാട് കോപ്പീസ് നമുക്ക് വേണം. അപ്പോൾ ആ ഒരു കോപ്പീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലോണിംഗ് വെക്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ജീൻ ലൈബ്രറിയൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം അവിടെ ഒരുപാട് കോപ്പീസ് വേണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ തന്നെ ഒരുപാട് കോപ്പീസിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. അപ്പോൾ ക്ലോണിംഗ് വെക്റ്റർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ കോപ്പീസ് ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ക്ലോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെക്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വെക്റ്ററായിട്ട് നമ്മൾ ഒരുപാട് ഓർഗാനിസത്തെ യൂസ് ചെയ്യാറുണ്ട്. ചിലതൊക്കെ സിന്തറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും, ചിലതൊക്കെ നാച്ചുറലായിട്ടുള്ളതുണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസമായിട്ടുള്ള ബാക്ടീരിയയും ബാക്ടീരിയഫേജും ഒക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സിന്തറ്റിക് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഉണ്ട്, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ഉണ്ട്. ഇതൊക്കെ ഈ ക്ലോണിംഗ് വെക്റ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനി നാച്ചുറലി ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഇവിടെ ഈ ഒരു വെക്റ്ററിനെ കുറച്ച് ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്? ഈ ഫോറിൻ DNA അതിനെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെ അതിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒരു ഇൻസേർഷൻ സൈറ്റ് വേണ്ടേ ഇതിനെ വഹിക്കാനുള്ള? അപ്പോൾ അങ്ങനെ ഒരു ഇൻസേർഷൻ സൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയൊരു DNA അവിടെ ഫിറ്റ് ആകുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്റ്റേഴ്സിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തെടുക്കും. എക്സാമ്പിൾ പറയുന്നുണ്ട്, PUC ക്ലോണിംഗ് വെക്റ്റർ, PBR 322 ക്ലോണിംഗ് വെക്റ്റർ. ഇതൊക്കെ തന്നെ ക്ലോണിംഗ് വെക്റ്ററിന് വരുന്ന എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് എക്സ്പ്രഷൻ വെക്റ്റർ, അല്ലെങ്കിൽ എക്സ്പ്രഷൻ കൺസ്ട്രക്റ്റ് എന്നും പറയാം. ഇവിടെ ക്ലോൺ ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ കോപ്പീസ് ആയിരുന്നു. ഇവിടെ നോക്കി എക്സ്പ്രഷൻ വെക്റ്റർ എന്നല്ലയോ? അപ്പോൾ അവയുടെ എക്സ്പ്രഷനിലൂടെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണം. ആ പ്രോഡക്റ്റിനെയാണ് ഇവിടെ എയിം ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ജീന്, നമുക്ക് അറിയാവുന്ന, നമുക്ക് വേണ്ടുന്ന ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രോട്ടീൻ ആകാം. ആ പ്രോട്ടീനെയും വെച്ചുകൊണ്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന വെക്റ്ററാണ് എക്സ്പ്രഷൻ വെക്റ്റർ. ഇങ്ങനെ ഒരു പ്രോട്ടീനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ആ ജീന്, ഏത് പർട്ടിക്കുലർ ജീനിൻ്റെ അത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എക്സ്പ്രഷൻ വെക്റ്റർ എന്ന പേര് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇനി അത് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നീ പ്രോസസ്സിലൂടെ അത് എക്സ്പ്രഷൻ കഴിഞ്ഞ് അത് നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ നമുക്ക് കിട്ടും. ഇതാണ് എക്സ്പ്രഷൻ വെക്റ്റർ. ഇനി ഈ വെക്റ്ററിനെ തന്നെ പ്രോകാരിയോട്ടിക് വെക്റ്റർ എന്നും യൂകാരിയോട്ടിക് വെക്റ്റർ എന്നും തിരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രോകാരിയോട്ടിക് വെക്റ്റർ നോക്കാം. ഇവിടെ പ്രോകാരിയോട്സ് ആയിരിക്കും വെക്റ്ററുകളായിട്ട് വരുന്നത്. ഇവിടെ ഈക്വളിയാണ് സാധാരണ കോമൺ ആയിട്ട് പ്രോകാരിയോട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള വെക്റ്റർ വേണം. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്ന, ഈ സ്പെസിഫിക് വെക്റ്ററിനെ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഫങ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് തന്നെ പ്ലാസ്മിഡ് ബേസ്ഡ് ആയിട്ടുള്ളവയുണ്ട്, ബാക്ടീരിയോഫേജ് ബേസ്ഡ് ആയിട്ടുള്ള വെക്റ്റേഴ്സുമുണ്ട്. ഇത് രണ്ടുമാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോകാരിയോട്ടിക് വെക്റ്റർ, പ്ലാസ്മിഡ് ബേസ്ഡും ബാക്ടീരിയോഫേജ് ബേസ്ഡും. ഇനി നമുക്ക് ആദ്യം അപ്പോൾ പ്ലാസ്മിഡ് ബേസ്ഡ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് നോക്കാം.
പ്ലാസ്മിഡ് വെക്റ്റേഴ്സ്. ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ്. പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഫോറിൻ ജീൻസ് അതിനെ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സിന്തസൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സിനെ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു എക്സ്പ്രഷന് വളരെ ഏബിൾ ആയിട്ടുള്ള ഒന്നാണ് ബാക്ടീരിയ. ഇനി പ്ലാസ്മിഡ് എന്താണ്? ഈ ബാക്ടീരിയയിൽ കാണുന്ന ഒന്നാണ് ഈ പ്ലാസ്മിഡ്. ഈ ബാക്ടീരിയയിൽ വളരെ ചെറിയ സ്മോൾ ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂളാണ് നമ്മുടെ ഈ പ്ലാസ്മിഡ്. പക്ഷേ ഇവർക്ക് പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കത്തില്ല. ഇവ അപ്പം ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിലായിരിക്കും കാണുന്നത്. നാച്ചുറലി കാണുന്ന പ്ലാസ്മിഡുകളാണ് TI പ്ലാസ്മിഡ് ഉണ്ട്, F ഫാക്ടേഴ്സ്, R ഫാക്ടേഴ്സ്, COE1 പ്ലാസ്മിഡ്. ഇതെല്ലാം നാച്ചുറലായിട്ട് കാണുന്ന പ്ലാസ്മിഡുകളാണ്. ഈ പ്ലാസ്മിഡ് കൂടാതെ ബാക്ടീരിയയ്ക്ക് അതിൻ്റെതായ ക്രോമസോം കാണും. അപ്പോൾ ആ ഒരു ക്രോമസോം ഇതുമായിട്ട് ബന്ധമില്ല. ഓർക്കേണ്ടത് പ്ലാസ്മിഡ് ഈ ഒരു ബാക്ടീരിയയുടെ സെല്ലിൽ കാണുന്ന ക്രോമസോമായിട്ട് ബന്ധമില്ല. അതുകൂടാതെ തന്നെ കാണുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫോമാണ്. അത് സൈറ്റോപ്ലാസത്തിലായിരിക്കും കാണുന്നത്. അതിൻ്റെ സൈസ് തന്നെ പറയുന്ന വളരെ ചെറിയ സൈസാണ്. അതായത് 1000 to 2 lakh ഈ ഒരു ബേസ് പെയർ റേഞ്ചിൽ നിൽക്കും ഇവയുടെ സൈസ്. ഇവിടെ ഈ ബാക്ടീരിയയിൽ എൻസൈംസും, ബാക്ടീരിയയിലുള്ള റൈബോസോം എന്ന് പറയുന്നത് 70S റൈബോസോമാണെന്നറിയാലോ. അപ്പോൾ ബാക്ടീരിയയിലെ റൈബോസോമും ഒക്കെ യൂസ് ചെയ്ത് DNA റിപ്ലിക്കേറ്റ് ചെയ്യുകയും എക്സ്പ്രസ് ആവുകയും ചെയ്യുന്നു. അതായത് പ്ലാസ്മിഡിൽ കാണുന്ന DNA റിപ്ലിക്കേറ്റ് ചെയ്യുന്നു, അത് എക്സ്പ്രസ്ഡ് ആവുന്നു. എക്സ്പ്രസ്ഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നു. ഇനി ഈ ബാക്ടീരിയയിൽ ഈ അഡീഷണൽ ആയിട്ട് ഈ പ്ലാസ്മിഡ് ഉണ്ടായതുകൊണ്ട് ബാക്ടീരിയയ്ക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പ്ലാസ്മിഡിലുള്ള ജീന് പ്രോട്ടീൻസിനെ എക്സ്പ്രസ് ആവുമെന്ന് പറഞ്ഞു. ഈ പ്രോട്ടീൻസിന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു പ്ലാസ്മിഡിന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ നാച്ചുറലി കാണുന്ന പ്ലാസ്മിഡിന് അതിന് എല്ലാ ആവശ്യമായിട്ടുള്ള സീക്വൻസുകളൊന്നും തന്നെ ഇല്ല. അതായത് ഒരു DNA മോളിക്യൂളിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്ലാസ്മിഡിന് ഉണ്ടായിരിക്കില്ല. നമ്മളിപ്പോൾ ഒരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ കുറച്ച് ക്യാരക്ടർ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചറുകൾ പറയുന്നുണ്ട്. അത് അത്രയും കാര്യങ്ങൾ വേണം. എന്നാൽ ഈ പ്ലാസ്മിഡിന് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ നാച്ചുറലി കാണുന്ന പ്ലാസ്മിഡിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് അതിനുശേഷം ഇത് മോഡിഫൈ ചെയ്തെടുക്കും. മോഡിഫൈ ചെയ്തെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള DNA സെഗ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഈ പ്ലാസ്മിഡിനെ എടുക്കും. അങ്ങനെ ഒരു കംപ്ലീറ്റ് വെക്റ്റർ DNA മോളിക്യൂളിനെ നമ്മൾ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്മിഡ് വെക്റ്ററിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പ്ലാസ്മിഡ് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ബാക്ടീരിയയിൽ കാണുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂളാണ്. എന്നാൽ ഇവയ്ക്ക് പ്രോട്ടീൻ കോട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ ഇത് വളരെ ചെറിയ സൈസ്ഡ് ആണ്. അവയുടെ റേഞ്ച് തന്നെ പറയുന്നത് 1000 to 2 lakh ബേസ് പെയറുകൾക്കുള്ളിലായിരിക്കും നിൽക്കുന്നത്. അതുപോലെ ഇതിനകത്ത് എൻസൈംസും റൈബോസോംസും ഒക്കെ യൂസ് ചെയ്ത് DNA റിപ്ലിക്കേറ്റ് ചെയ്യുക, അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ബാക്ടീരിയയ്ക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയിട്ടുള്ള പ്രോട്ടീനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ ഇപ്പം DNA മോളിക്യൂൾസിന് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാച്ചുറലി കാണുന്ന പ്ലാസ്മിഡിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് അതിനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള DNA സെഗ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഒരു വെക്റ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്മിഡ് വെക്റ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് PBr322. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത പ്ലാസ്മിഡ് വെക്റ്റർ. അതുപോലെ തന്നെ ഇതാണ് കോമൺലി അല്ലെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു വെക്റ്റർ.
ഇതൊരു ചെറിയ സൈസ്ഡ് ആണ്, അതായത് ബേസ് പെയറുകൾ 4363 ബേസ് പെയറുകൾ മാത്രമുള്ള അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് സൈസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് PBr322. ഇതിൻ്റെ പേരിൽ പി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്ലാസ്മിഡ് എന്നാണ്. BR എന്ന് പറയുന്നത് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ റിസർച്ചേഴ്സിൻ്റെ പേരാണ്. ഒന്ന് ബൊലിവർ, 2 റോഡ്രിക്സ്. അതിൽ ബിയും ആറുമാണ് ആ രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് BR എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം പി എന്ന് പറയുന്ന പ്ലാസ്മിഡ്, BR എന്ന് പറയുമ്പോൾ ആ സയൻറ്റിസ്റ്റിൻ്റെ പേരുകളുടെ ഫസ്റ്റ് ലെറ്ററാണ്. ഇനി 322 എന്ന് കണ്ടു ഇല്ലയോ? മറ്റ് ആ ഒരു സെയിം ലബോറട്ടറി തന്നെ മറ്റ് പ്ലാസ്മിഡുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്പർ കൊടുക്കുന്നതാണ് 322 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PBr 325 ഉണ്ട്, 327 ഉണ്ട്. അപ്പോൾ മറ്റ് പ്ലാസ്മിഡിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ ഫീച്ചർ നോക്കിയാൽ ഇതിനകത്ത് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ട്, അതായത് ഒരേ ഉണ്ട്. ഈ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഈ PB1 പ്ലാസ്മിൻ്റെ ഒരു ചെറിയ ഫ്രാഗ്മെൻ്റ് ആണ്. ഈ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് DNA റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്മിഡ് PB1 ഒരു ഫ്രാഗ്മെൻറ്റിനെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരേ എന്ന് പറയുന്നത്. ഇത് DNA റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒറിജിൻ ആണ്. ഇനി നെക്സ്റ്റ് പാർട്ടാണ് സെലക്റ്റബിൾ മാർക്കർ. ഇറ്റ് ക്യാരീസ് 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. ഇവിടെ 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഒന്ന് ആംബിസിലിനും 2 ടെട്രാസൈക്ലിനും. ഇനി ഇതിനായിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് ക്ലോണിംഗ് സൈറ്റ്. അതായത് ഈ ക്ലോണിംഗ് സൈറ്റിനകത്ത് കുറേ റെസ്ട്രിക്ഷൻ സൈറ്റുകളുണ്ട്. ഈ റെസ്ട്രിക്ഷൻ സൈറ്റുകൾ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഇല്ലയോ, അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തൊക്കെ ആയിട്ട് ചില റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം PST1, PVU1, SAC1 ഇതൊക്കെ ഈ റെസ്ട്രിക്ഷൻ സൈറ്റുകളാണ്. ഈ സൈറ്റുകൾ നമ്മുടെ ഈ ആംബിസിലിനകത്ത് കാണപ്പെടുന്ന, ആംബിസിലിൻ നമുക്കറിയാലോ ഒരു എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ അല്ലയോ, അപ്പോൾ അതിലായിട്ട് കാണപ്പെടുന്നത്. ഇനി BAM-H1, HIND3 ഇതൊക്കെ കാണപ്പെടുന്നത് ടെട്രാസൈക്കിളിലായിട്ടാണ്. അപ്പോൾ ക്ലോണിംഗ് സൈറ്റ് മനസ്സിലായല്ലോ. ഇനി ഈ സൈറ്റുകളിലേക്ക് ക്ലോണിംഗ് ചെയ്യുന്നത് ജീനിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് മൂലം ഏതാണ് റീകോമ്പിനൻ്റ് എന്നും ഏതാണ് നോൺ റീകോമ്പിനൻ്റ് ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലോണിങ്ങിൽ, അതായത് ഈ സൈറ്റിലെ റെസ്ട്രിക്ഷൻ സൈറ്റുകളിലേക്ക് ഏതെങ്കിലും ഒന്നിൽ ക്ലോണിങ് ചെയ്യുന്നത് ജീനിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഈ ഇനാക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നോൺ റീകോമ്പിനൻ്റ് ഏതാണ്, റീകോമ്പിനൻ്റ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കും. ഇതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇനി ഈ PBr322 ക്ലോണിംഗ് വെക്ടറിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഇത് വളരെ സ്മോൾ സൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇവയുടെ പ്യൂരിഫിക്കേഷനും മാനിപ്പുലേഷനും ഒക്കെ നടക്കും. ഇതിന് 2 സെലക്റ്റബിൾ മാർക്കറുണ്ട്, ഒന്ന് ആംബിസിലിനും ഒന്ന് ടെട്രാസൈക്ലിനും. അതുകൊണ്ട് തന്നെ റീകോമ്പിനൻ്റ് DNA ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് 1000 തൊട്ട് 3000 വരെ ഒരു സെല്ലിൻ്റെ കോപ്പീസ്, ഒരു സെല്ലിൽ നിന്ന് 3000 കോപ്പീസ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ പിന്നെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, പ്രോട്ടീൻ സിന്തസിസ് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. അതായത് ഒരു ക്ലോറാംഫിനിക്കോൾ അപ്ലൈ ചെയ്ത് അവിടെ പ്രോട്ടീൻ സിന്തസിസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. പ്രോട്ടീൻ സിന്തസിസ് ബ്ലോക്ക് ചെയ്യാൻ കാരണം എന്താണ്, നമുക്കിവിടെ ഇതിൻ്റെ കോപ്പീസ് ആണ് വേണ്ടുന്നത്, അല്ലാതെ അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രോട്ടീൻ സിന്തസിസ് ബ്ലോക്ക് ചെയ്ത് നമുക്കൊരു സെല്ലിൽ നിന്ന് എത്ര കോപ്പീസാണ്, 1000 തൊട്ട് 3000 കോപ്പീസ് വരെ നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മറ്റൊരു പ്ലാസ്മിഡ് വെക്റ്ററാണ് PUC വെക്റ്റർ. ഈ PUC വെക്റ്റർ നമ്മൾ നേരത്തെ കണ്ട PBr322 വെക്റ്ററിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്തതാണ്. ഈ PUC വെക്റ്റർ PBr322നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറവ് സൈസാണ്. അതായത്
അപ്രോക്സിമേറ്റ്ലി 2.7 KB മാത്രമാണ് PUC വെക്റ്റർ ഉള്ളത്. നമ്മുടെ PBR322 ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 4.4 KB ആണ് ഇവിടെ PUC. അപ്പോൾ ഇതിനേക്കാൾ, അതായത് PBR322 ചെറുതാണ്. അതുപോലെ തന്നെ ഇതിന് വെരി ഹൈ കോപ്പി നമ്പർ ആണുള്ളത്. ഇതിൻ്റെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനിൽ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഒരു 500 തൊട്ട് 600 കോപ്പീസ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വിത്തൗട്ട് ആംപ്ലിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ലാതെ പ്ലാസ്മിഡിൻ്റെ ഒരു 500-600 കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി PUC എന്ന് പറയുമ്പോൾ P എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്ലാസ്മിഡ് ആണ്. UC എന്ന് പറയുന്നതോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്നാണ്. ഇവിടെയാണ് ജെ മെസ്സിങ് എറ്റാൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതായത് ഈ ഒരു വെക്റ്ററിനെ ഡെവലപ്പ് ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലാണ്. അതിൻ്റെയാണ് യുയും സിയും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ട്. ഇത് PBR322 നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ആണ്. ഇവിടുത്തെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ കോൾ ഈവൺ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ നമ്മൾ ഈ കണ്ട PBR322 നിന്ന് മോഡിഫൈ ചെയ്തെടുത്ത ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ആണ്. ഇത് എങ്ങനെ മോഡിഫൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ നടന്ന ഓരോ ട്രാൻസ്ഫോംഡ് ഈക്വളിയിൽ നിന്നും ഒരു 500-600 കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മോഡിഫൈ ചെയ്തെടുത്ത ഒരു ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ആണ് PUC വെക്റ്ററിനുള്ളത്. അടുത്ത ഫീച്ചറാണ് സെലക്റ്റബിൾ മാർക്കർ. ഇവിടെ ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീനാണ് ഈ സെലക്റ്റബിൾ മാർക്കറിലുള്ളത്. ഇങ്ങനെ ട്രാൻസ്ഫോംഡ് ചെയ്ത ഹോസ്റ്റ് സെല്ലിന് ഈ ആംബിസിലിനുള്ള ഒരു മീഡിയത്തിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, അവരുടെ ഇതിൽ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു മീഡിയത്തിൽ, ആംബിസിലിനുള്ള ഒരു മീഡിയത്തിൽ അവർക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. എന്നാൽ നോൺ ട്രാൻസ്ഫോംഡ് സെൽസോ അവർ തീർച്ചയായിട്ടും ഡൈ ചെയ്തു പോകും. ഇനി ഇതിൽ ഒരു LAC-Z ജീൻ ഉണ്ട്. അതിന് ഈ LAC-Z ജീനിൽ തന്നെ MCS ഉണ്ട്. MCS എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് ആണ്. അപ്പോൾ അതോട് കൂടിയിട്ടുള്ള LAC-Z ജീനുണ്ട്. ഇവിടെ ഈ LAC-Z ജീന് ഈ വെക്റ്ററിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യും LAC-Z ജീൻ്റെ ഫംഗ്ഷൻ അറിയണ്ടേ? ഇതൊരു എൻസൈമിനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ കോഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് LAC-Z. ഇനി ഈ എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിലാണ്. ആ സബ്സ്ട്രേറ്റിന് നമ്മൾ XGAL എന്ന് പറയാം. ഇനി ഈ സെയിം മീഡിയത്തിൽ തന്നെ നമ്മുടെ ഈ LAC-Z ജീനിൻ്റെ എക്സ്പ്രഷനെ ഇൻഡ്യൂസ് ചെയ്യാൻ മറ്റ് ചില ഘടകങ്ങളുമുണ്ട്. അതായത് ഐസോപ്രോപ്പൈൽ തയോഗാലക്ടോസിഡ് ഉണ്ട്. അപ്പോൾ സെയിം മീഡിയത്തിൽ തന്നെ LAC-Z ജീനിൻ്റെ എക്സ്പ്രഷനെ ഇൻഡ്യൂസ് ചെയ്യാൻ മറ്റ് ചില ഘടകങ്ങളുമുണ്ട്. അതാണ് ഐസോപ്രോപ്പൈൽ തയോഗാലക്ടോസൈഡ്. ഈ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ, എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ എൻസൈം ഏതാണ്? ബീറ്റാ ഗാലക്ടോസിഡേസും സബ്സ്ട്രേറ്റ് XGALുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ ഈ XGAL വൈറ്റിൽ നിന്നൊരു ബ്ലൂ കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇപ്പോൾ ഈ LAC-Z ജീന് അതിൻ്റേതായ ഒരു മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഈ LAC-Z ജീനിലേക്ക് നമുക്ക് ഏത് ജീനാണോ വേണ്ടുന്നത് ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ LAC-Z ജീൻ എന്തിനാ കോഡ് ചെയ്തിരിക്കുന്നത്? ബീറ്റാ ഗാലക്ടോസിഡേസിനെ കോഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സബ്സ്ട്രേറ്റ്, അതായത് XGAL ഒരിക്കലും മറ്റൊരു കളറിലേക്ക് കൺവേർട്ട് ചെയ്യത്തില്ല. നമ്മൾ നേരത്തെ കണ്ടു വൈറ്റ് ബ്ലൂ ആയിട്ട് മാറുന്നു എന്നുള്ളത്.
ദിസ് ടൈപ്പ് ഓഫ് സ്ക്രീനിങ് ഈസ് കോൾഡ് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്ന് പറയും. അതായത് ലാക്ഇസഡ് ജീനിലേക്ക് നമുക്ക് വേണ്ടുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലാക്ഇസഡ് ജീന് കോഡ് ചെയ്യുന്ന ബീറ്റ ഗാലക്ടോസിഡേസ് കോഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു കണ്ടീഷൻ ആവും. ആ ഒരു സാഹചര്യത്തിൽ സബ്സ്ട്രേറ്റ് ഒരിക്കലും മറ്റൊരു കളറിലേക്ക് കൺവേർട്ട് ആവുന്നില്ല. ഇതിനെയാണ് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഹൈ നമ്പർ ഓഫ് 500 to 600 കോപ്പീസ് പെർ സെല്ല്. ഒരു സെല്ലിൽ നിന്ന് 500 തൊട്ട് 600 കോപ്പീസ് വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ളതും സിംഗിൾ സ്റ്റെപ്പ് സെലക്ഷനുമാണ് പോസിബിളാണ്. ഇവിടെ ക്ലോണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യുണീക്ക് റെസ്ട്രിക്ഷൻ സൈറ്റുകൾ നമ്മുടെ MCSുമായിട്ട് ക്ലസ്റ്റർ ചെയ്തിരിക്കുമായിരിക്കും. MCSുമായിട്ട് അതായത് മൾട്ടിപ്പിൾ ക്ലോണിങ് സൈറ്റുമായിട്ട് ക്ലസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനായിരിക്കും. ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ക്ലോൺ ചെയ്ത് കിട്ടുന്ന DNA ഫ്രാഗ്മെൻറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കി എൻഡ് കിട്ടും. അതായത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കി എൻഡോട് കൂടിയിട്ടുള്ള DNA ഫ്രാഗ്മെൻ്റ് ആയിരിക്കും ക്ലോൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്ലാസ്മിഡ് വെക്ടറിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഒന്ന് PBr322 ആയിരുന്നു, 2 നമ്മൾ ഇപ്പം പറഞ്ഞത് PUC വെക്ടർ ആയിരുന്നു. PBr322 വെക്ടറിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് PUC വെക്ടർ. ഇനി നോക്കാനുള്ളത് ഫേജ് വെക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. ഫേജ് അല്ലെങ്കിൽ ബാക്ടീരിയ ഫേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസാണ്. ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെ പറയുന്ന പേരാണ് ബാക്ടീരിയ ഫേജ്. എല്ലാ വൈറസിനെ പോലെയും ഈ ബാക്ടീരിയ ഫേജിൻ്റെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ DNA ആണ് അവയുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്. RNA ഉള്ളതും ഉണ്ട്, എന്നാലും കൂടുതലും DNA ആണ്. ഈ DNAയിൽ തന്നെ ജീൻസ് കോഡ് ചെയ്യുന്ന ജീൻസുകളുണ്ട്. നമ്മുടെ ബാക്ടീരിയ റിപ്ലിക്കേഷന് DNA റിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവയ്ക്ക് ഈ ഒരു സ്ട്രക്ചറിന് ചുറ്റുമായിട്ട് സറൗണ്ടഡ് ബൈ പ്രൊട്ടക്റ്റീവ് കോട്ട് ഓർ ക്യാപ്സിഡ്, അതായത് ഇതിന് കവർ ചെയ്ത് ക്യാപ്സിഡ് ഉണ്ട്. ഈ ക്യാപ്സിൻ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഇവിടെ ഫേജിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. ബാക്ടീരിയ ഫേജ് M13 വെക്ടേഴ്സ്. ബാക്ടീരിയ ഫേജ് M13 നിന്ന് ഡിറൈവ് ചെയ്ത വെക്ടർ ഫാമിലിയാണ് M13 ഫാമിലി എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയ ഫേജ് M13 നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ഇത് മെയിൽ സ്പെസിഫിക് ആണ്. മെയിൽ സ്പെസിഫിക് എന്ന് അവിടെ പറയാൻ കാരണം F പിലി ഉണ്ടായതുകൊണ്ടാണ്. അപ്പം F പിലി കാണുന്നത് മെയിൽസിലാണ്. ഇത് ലൈസോജനിക് ഫിലമേഷ്യസ് ഫേജ് ആണ്. ഇതിന് സർക്കുലർ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ജീനോമാണുള്ളത്. ഒരു 6407 ബേസ് പെയർ ലെങ്തോട് കൂടിയിട്ടുള്ള ഒരു DNA ജീനോം. സർക്കുലർ ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. നമ്മുടെ ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലായിട്ട് ഇത് കടക്കുമ്പോൾ ഇതിനകത്തുള്ള DNA, അതായത് ഈ M13 ഫേജിൻ്റെ DNA എന്ന് പറയുന്ന സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലയോ, ഇത് അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് അവിടെ സിന്തസൈസ് ചെയ്യത്തില്ലയോ. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി സിന്തസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നോർമൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA കിട്ടും. ഈ ഫേജിൻ്റെ DNA മോളിക്യൂള് നമ്മുടെ ഈ ബാക്ടീരിയ ജീനോമിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നില്ല. പകരം എന്താണ്, ഇതിൻ്റെ ഈ കോപ്പീസ് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന, അതായത് സിന്തസൈസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെല്ലിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു 100-ലധികം കോപ്പിയോളം സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാക്ടീരിയത്തിലെ ഓരോ ഡോട്ടർ സെല്ലിലും നമ്മുടെ ഈ ഫേജ് ജീനോമിൻ്റെ കോപ്പീസും ഉണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും അതിൻ്റെ റിപ്ലിക്കേഷൻ നടക്കുമ്പോഴും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇത് റിപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഓരോസിലും ഇതിൻ്റെ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ ഒരു കോപ്പീസ് നിലനിൽക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ ഉണ്ടാവുന്ന പുതിയ ഫേജ് പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ്ലി അസംബിൾ ചെയ്ത് റിലീസ്ഡ് ആവും എന്ന് പറയുമ്പോൾ 1000-ഓളം പുതിയ ഫേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇൻഫെക്റ്റഡ് സെല്ലിൻ്റെ ഓരോ ജനറേഷനിലും, അതായത് ഇൻഫെക്റ്റ് ചെയ്ത സെല്ലിൻ്റെ ഓരോ ജനറേഷനിലും 1000-ലേറെ പുതിയ ഫേജുകളെ റിലീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഫേജ് വെക്ടറാണ് ലാംഡ ഫേജ് വെക്ടർ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ബാക്ടീരിയ ഫേജ് M13 വെക്ടറാണ്. ഇത് നമ്മുടെ ബാക്ടീരിയ ഫേജിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന വെക്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു. ഇതിനകത്തുള്ള DNA പ്രത്യേകത കണ്ടു. DNA അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നോർമൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിന്തസൈസ് ചെയ്യുന്നു. ഇനി ഇത് ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സെല്ലിലും, ഓരോ ഡോട്ടർ സെൽസിലും ഈ ഫേജ് ജീനോമിൻ്റെ കോപ്പിയെ റിസീവ് ചെയ്യുകയും അത് വീണ്ടും റിപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുകയും അങ്ങനെ ഓരോ സെല്ലിലും ഈ ഫേജ് ജീനോമിൻ്റെ ഒരു നമ്പർ അല്ലെങ്കിൽ ഫേജ് ജീനോമിൻ്റെ ഒരു കോപ്പി അവിടെ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതായത് ഓരോ ഇൻഫെക്റ്റഡ് സെല്ലിൻ്റെ ജനറേഷനിലും 1000-കണക്കിന് പുതിയ ഫേജുകളാണ് റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാംഡ ഫേജ് വെക്ടർ. ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെക്ടറാണ് ലാംഡ ഫേജ് വെക്ടർ. ക്ലോണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. വലിയ ജീനുകളുടെ കോപ്പീസ് അതിൽ ക്ലോൺ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ലാംഡ എന്ന് പറയുന്നത് ഒരു ഫേജ് തന്നെയാണ്. ഒരു ഹെഡ് ആൻഡ് ടെയിൽ സ്ട്രക്ചറുള്ള ഒരു ഫേജിന് ഒരു എക്സാമ്പിളാണ് ലാംഡ ഫേജ്. ലാംഡ ഫേജിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ DNA തന്നെയാണ്. ഈ ജെനറ്റിക് മെറ്റീരിയൽ കാണുന്നത് അതിൻ്റെ ഹെഡ് സ്ട്രക്ചർ, അതായത് ഒരു പോളിഹെഡ്രൽ ഹെഡ് സ്ട്രക്ചർ ആയിരിക്കും. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഇതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA കാണുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു ടെയിൽ സ്ട്രക്ചറുണ്ട്. ടെയിൽ ഈ ഫേജിനെ ബാക്ടീരിയൽ സർഫസിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഫേജ്. ഇപ്പം ബാക്ടീരിയ സർഫസിലോട്ട് അറ്റാച്ച് ചെയ്ത് ഈ DNA അതിൻ്റെ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻജെക്റ്റ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ടെയിൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ലാംഡ DNA മോളിക്യൂളിന് ഒരു 49 kb സൈസാണ് ഏകദേശം വരുന്നത്. ഇത് അതിൻ്റെ ടെമ്പറേറ്റ് ഫേസ് ആണ്. അതിനുശേഷം ഇത് ലൈറ്റിക് ലൈസോജനിക് സൈക്കിള് നടത്തുന്നു. അപ്പോൾ ലൈറ്റിക് ലൈസോജനിക് സൈക്കിൾ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയയിൽ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സെല്ലിൽ ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്ന 2 സൈക്കിളാണ്. അതായത് ലൈറ്റിക് എന്ന് പറയുമ്പോൾ ആ ഹോസ്റ്റിനെ മൊത്തത്തിൽ നശിപ്പിച്ച് ആ ഹോസ്റ്റിൻ്റെ എല്ലാ മെഷീനറീസും എടുക്കുന്നതാണ് ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. ലൈസോജനിക് എന്ന് പറയുമ്പോൾ ആ ഹോസ്റ്റ് കോപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻകോപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നിന്ന് കുറേ നാളുകൾക്ക് ശേഷം മാത്രമാണ് അതിന് ലൈസിസ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 സൈക്കിളും നടത്താൻ സാധിക്കും. ഇതിലൂടെ ഈ ഏതൊക്കെ ലാംഡ DNA മോളിക്യൂൾസിൽ ഏതൊക്കെ ജീനുകളുണ്ട് എന്നുള്ളത്, അവയുടെ പൊസിഷൻ എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ ലാംഡ ഫേജിന് 2 ഫോമിലുള്ള DNA ഉണ്ട്. ഒന്ന് ലീനിയർ ഫോം, 2 സർക്കുലർ ഫോം. ലീനിയർ ഫോം അല്ലെങ്കിൽ ലീനിയർ മോളിക്യൂളിനകത്ത് DNAയുടെ മോളിക്യൂളിനകത്ത് 2 കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. DNAയുടെ 2 കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ഈ ലീനിയർ ഫോമിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് പെയറിങ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് റൂൾ പ്രകാരമാണ് നടക്കുന്നത്. എന്നിരുന്നാലും ഈ DNA-യുടെ ഏതെങ്കിലും ഒരു എൻഡിലായിട്ട് ഒരു ഷോർട്ട് 12 ന്യൂക്ലിയോടൈഡ് സ്ട്രെച്ച് കാണാം. അതായത് ഒരു 12 ന്യൂക്ലിയോടൈഡ് അടങ്ങിയ ഒരു ചെറിയൊരു ഭാഗം കാണും DNA-യുടെ തന്നെ. ആ DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇനി ഈ ലാംഡ ജീനോമിനെ നമ്മളൊരു വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തും. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ലൈസോജനിയുമായി റിലേറ്റ് ചെയ്ത ജീനിനെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ ഷട്ടിൽ വെക്ടർ എന്നാണ് പറയുന്നത്.
ഷട്ടിൽ വെക്റ്റർ എന്ന് പറയുമ്പോൾ അത് വേറൊരു കോൺസെപ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫോറിൻ DNA അവിടെ ആ ഒരു റിമൂവ് ചെയ്ത പ്ലേസിൽ വെക്കും. അപ്പോൾ ഇതാണ് ഫേജ് വെക്റ്ററിനെ പറ്റിയിട്ടുള്ളത്. ഫേജ് വെക്റ്റർ രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചു. ഒന്ന് ബാക്ടീരിയ ഫേജ് M13, രണ്ട് ലാംഡ ഫേജ് വെക്റ്റർ. ലാംഡ ഫേജ് വെക്റ്ററിനകത്ത് ലാംഡയുടെ ഒരു സ്ട്രക്ചർ ഹെഡും ടെയിലും അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഹെഡിലായിട്ടായിരിക്കും ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയലായിട്ടുള്ള DNA കാണുന്നത്. ടെയിലിലായിട്ട് ഫേജ് ബാക്ടീരിയ സർഫസിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ DNA ഇഞ്ചെക്റ്റ് ചെയ്യും. പിന്നീട് ഇതിന് ലൈറ്റിക്കും ലൈസോജനിക് സൈക്കിളും ഉണ്ടെന്നറിയാം. ഇനി ഇവയുടെ DNAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീനിയർ ഫോമും സർക്കുലർ ഫോമും കാണും. ലീനിയർ ഫോമിനകത്ത് 2 കോംപ്ലിമെൻ്ററി സ്റ്റാൻഡായിരിക്കും DNA ഉണ്ടാകുന്നത്. ബേസ് പെയറിങ് വാട്സൺ ആൻഡ് ക്രിക്ക് റൂൾ പ്രകാരമായിരിക്കും. എന്നിരുന്നാലും ഈ മോളിക്യൂളിൻ്റെ ഏതെങ്കിലും ഒരു, അതായത് DNA മോളിക്യൂളിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിലായിട്ട് 12 ന്യൂക്ലിയോടൈഡ് അടങ്ങിയ ഒരു ഷോർട്ട് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു പോർഷൻ കാണും. ആ DNA അവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇനി ഈ ലാംഡ ജീനോമിനെ നമ്മളൊരു വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ലൈസോജനി റിലേറ്റഡ് ആയിട്ടുള്ള ജീനിനെ റിമൂവ് ചെയ്ത് അവിടെ ഒരു ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റിനെ പ്ലേസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഫേജ് വെക്റ്റേഴ്സിനകത്ത് ഫേജ് വെക്ടറിൽ തന്നെ ലാംഡ ഫേജ് വെക്ടറിനകത്ത് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോസ്മിഡ് വെക്ടറിനെയാണ്. കോസ്മിഡ് വെക്ടർ ഇത് ഈ ലാംഡ ബേസ്ഡ് വെക്ടറിൻ്റെ കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് ഫോം എന്ന് പറയാം. ഇവിടെ കോസ്മിഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ഹൈബ്രിഡ് ഫോമാണ്. അതായത് ഫേജ് DNA മോളിക്യൂളും ബാക്ടീരിയൽ പ്ലാസ്മിഡും കൂടി ചേർന്നിട്ടുള്ളൊരു ഹൈബ്രിഡ് ഫോമാണ് കോസ്മിഡ്. ഫേജ് DNA മോളിക്യൂളും ബാക്ടീരിയൽ പ്ലാസ്മിഡും കൂടി ചേർന്നത്. ഇവിടെ ലാംഡ DNA മോളിക്യൂൾസിനെ ഫേജ് പ്രോട്ടീൻ കോട്ടിലേക്ക് പാക്ക് ചെയ്യുന്ന എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് കോസൈറ്റുകൾ മാത്രം മതി എന്നുള്ള ഒരു ഫാക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഈ കോസ്മിഡ് വെക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കോസ്മിഡ് ബേസിക്കലി ഒരു പ്ലാസ്മിഡ് ആണ്. അതിന് കോസൈറ്റ് ഉണ്ടായിരിക്കും. ഇതുകൂടാതെ അതിന് സെലക്റ്റബിൾ മാർക്കർ ഉണ്ടായിരിക്കും, സച്ച് ആസ് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻസ് ആൻഡ് എ പ്ലാസ്മിഡ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. അപ്പോൾ സെലക്റ്റബിൾ മാർക്കറായിട്ടുള്ള ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻസും അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനും ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോസ്മിഡിന് ലാംഡ ജീനുകൾ ഉണ്ടായിരിക്കത്തില്ല. അതായത് ലാംഡ ജീനുകൾ ഒന്നും തന്നെ കോസ്മിഡിനില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് പ്ലേക്സുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പ്ലേക്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഗ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ ബാക്ടീരിയയ്ക്ക് പ്രോലിഫറേറ്റ് ചെയ്യാനുള്ളൊരു സർഫസ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ലാംഡ ജീനുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പ്ലേക്സ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഈ കോളനീസ് ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെലക്റ്റീവ് മീഡിയയിലായിരിക്കും. അതായത് പ്ലാസ്മിഡ് വെക്ടറോട് കൂടിയിട്ടുള്ള സെലക്റ്റീവ് മീഡിയയിലായിരിക്കും കോളനീസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഷട്ടിൽ വെക്ടേഴ്സ്. ഇതൊരു ബൈഫങ്ഷണൽ അല്ലെങ്കിൽ മൾട്ടി ഫങ്ഷണൽ ക്ലോണിംഗ് വെക്ടറാണ്. ഇവർക്ക് രണ്ടോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിൽ ഓട്ടോണോമസ്ലി റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളവയാണ്. അതുപോലെ ഇവിടെ അവർ ഷട്ടിൽസിന് യൂസ് ചെയ്യുന്നത് ജീൻസിനെ ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ ഷട്ടിൽ എന്ന് പറയുന്ന വേർഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ആ ടേം അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജീന് ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് പോകുക, ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു മീനിങ്ങിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഷട്ടിൽ റിയാക്ടേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ രണ്ട് സ്പീഷീസിലെ സെല്ലിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്.
അപ്പോൾ ഈ 2 സ്പീഷീസിൻ്റെ സെല്ലിലായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ 2 ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനാണുള്ളത്. ഓരോന്നും ഓരോ സ്പീഷീസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളവയായിരിക്കും. അതുപോലെ തന്നെ ഇതിനാവശ്യമുള്ള ജീൻസ്, റിപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ജീൻസുകൾ കാണും. ഹോസ്റ്റ് സെല്ലിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഒന്നായിരിക്കത്തില്ല. നോട്ട് സപ്ലൈഡ് ബൈ ദി ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിൽ നിന്നുള്ള ജീനോ അല്ലെങ്കിൽ ഈ റിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനോ ഒന്നുമല്ല. ഇതിൻ്റെ അർത്ഥം ഇത് സെൽഫ് സഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് സെൽഫ് സഫിഷ്യൻറ്റ് വിത്ത് ദി പ്രോസസ് ഓഫ് ഇറ്റ്സ് റിപ്ലിക്കേഷൻ. ഇനി ഇതിൻ്റെ ഫീച്ചർ നോക്കാം. ദേ ആർ കേപ്പബിൾ ഓഫ് റിപ്ലിക്കേറ്റിംഗ് ഇൻ ടു 2 or more ടൈപ്സ് ഓഫ് ഹോസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽ. അതായത് 2 അതിൽ കൂടുതലോ ടൈപ്പ് ഹോസ്റ്റിൽ അവർക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇൻക്ലൂഡിങ് പറയുന്നത് പ്രോകാരിയോട്ടിക് സെല്ലുമാകാം യൂകാരിയോട്ടിക് സെല്ലുമാകാം. ഏതായാലും നോ ഇഷ്യൂസ്. ഇവയ്ക്ക് എന്താണ്, ദേ ഹാവ് ദി എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് ഇൻ 2 or more ടൈപ്സ് ഓഫ് ഹോസ്റ്റ്. അതുപോലെ തന്നെ അവർക്ക് ഓട്ടോണോമസ്ലി റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഹോസ്റ്റിൻ്റെ ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഹോസ്റ്റ് സെല്ല് മൾട്ടിപ്പിൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദേ റിപ്ലിക്കേറ്റ് ഓട്ടോണോമസ്ലി ഓർ ഇൻ്റഗ്രേറ്റ് ഇൻ ടു ഹോസ്റ്റ് ജീനോം ആൻഡ് റിപ്ലിക്കേറ്റ് വെൻ ദി ഹോസ്റ്റ് സെൽ മൾട്ടിപ്പിൾസ്. ഇത് മെയിനായിട്ട് ഈ ഒരു വെക്ടർ യൂസ് ചെയ്യുന്നത് ജീൻസിനെ ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദീസ് വെക്ടേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ജീൻസ് ഫ്രം വൺ ഓർഗാനിസംസ് ടു അനദർ. യൂകാരിയോട്ടിക് വെക്ടേഴ്സ്. ഇവിടെ യൂകാരിയോട്സിനെ വെക്ടറുകളായിട്ട് അല്ലെങ്കിൽ ക്ലോണിങ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. യൂകാരിയോട്ടിക് വെക്ടറുകളായിട്ട് ഉദാഹരണം പറയുന്നത് ഈസ്റ്റ്, അതുപോലെ തന്നെ ആനിമൽസ്, പ്ലാന്റ് വെക്ടേഴ്സ്, ഇതെല്ലാം യൂകാരിയോട്ടിക് വെക്ടേഴ്സാണ്. നമുക്കിവിടെ ഈസ്റ്റ് വെക്ടറിനെ പറ്റിയിട്ട് നോക്കാം. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സക്കാരമൈസിസ് സെർവേസിയാണ്. നമ്മുടെ ബയോടെക്നോളജിയിൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ഓർഗാനിസമാണ് ഈസ്റ്റ്. അതുപോലെ തന്നെ ഇതിന് പല ഫങ്ഷനിങ് ഉണ്ട്. ബ്രൂയിങ് ആൻഡ് ബ്രെഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഫാർമക്യൂട്ടിക്കൽ കോമ്പൗണ്ട്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈസ്റ്റിന് ഒരു ഹോസ്റ്റ് ഓർഗാനിസംസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫാർമക്യൂട്ടിക്കൽ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അത് ക്ലോൺഡ് ജീൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ക്ലോൺഡ് ജീൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹോസ്റ്റ് വേണം. ആ ഹോസ്റ്റായിട്ട് നമ്മൾ ഈസ്റ്റിനെ യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്മിഡിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് ഈസ്റ്റും ഈ ഒരു ഫീൽഡിലോട്ട് എത്തുന്നത് വളരെ എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സക്കാരമൈസിസ് സെർവേസിയിൽ കുറേ സ്ട്രെയിനുകളൊക്കെ ഉണ്ട്. അത് ഈ ക്ലോണിംഗ് വെക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതെല്ലാം തന്നെ നമ്മുടെ ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന് വേണ്ടിയിട്ടുള്ള യുണീക്കായിട്ടുള്ള ടാർജറ്റ് സൈറ്റുകളുമുണ്ട്. അപ്പോൾ ഈസ്റ്റ് വെക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ടാർജറ്റ് സൈറ്റുകളുള്ളത്. ഇനി ഇവയ്ക്കെല്ലാം തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ, അതായത് ഈക്വളിയിൽ ഹൈ കോപ്പി നമ്പറോട് കൂടിയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവയെല്ലാം മാർക്കറുകളായിട്ട് വരാറുണ്ട്. മാർക്കറായിട്ടെന്ന് പറയുമ്പോൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സെലക്ട് റീകോംബിനൻറ്റ് ഈസ്റ്റ്. റീകോംബിനൻറ്റ് ഈസ്റ്റിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറുകളായിട്ട് ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുന്നുണ്ട് HI53, ലിയോ 2. അപ്പോൾ ഇങ്ങനെ 1-2 എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇനി ഓൾ ദി ഈസ്റ്റ് വെക്ടേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 ടൈപ്സ്. ഇനി ഈസ്റ്റ് വെക്ടേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈസ്റ്റ് ക്ലോണിംഗ് വെക്ടർ ഉണ്ട്, അതിനെ ഈസ്റ്റ് പ്ലാസ്മിഡ് വെക്ടർ എന്നും പറയാം. ഈസ്റ്റ് എക്സ്പ്രഷൻ വെക്ടർ ഉണ്ട്, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഉണ്ട്. അപ്പോൾ നമ്മൾ യൂകാരിയോട്ടിക് വെക്ടറിൽ പഠിച്ചത് ഈസ്റ്റ് വെക്ടറാണ്. ഈസ്റ്റിൻ്റെ 1-2 കാര്യങ്ങൾ, അതായത് ബയോടെക്നോളജിയിൽ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. പിന്നീട് ഇവയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, ഇവയ്ക്ക് ടാർജറ്റ് സൈറ്റുകൾ ഉണ്ടായിരിക്കും. റെസ്ട്രിക്ഷൻ എൻസൈമിന് വേണ്ടിയിട്ടുള്ള
ടാർഗറ്റ് സൈറ്റുകൾ, യൂണീക്ക് ടാർഗറ്റ് സൈറ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഹൈ കോപ്പി നമ്പറിൽ പലപ്പോഴും ഈക്വലയിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. മോളിക്കുലർ മാർക്കറായിട്ട് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് മോളിക്കുലർ മാർക്കർ എന്ന് പറയുമ്പോൾ, മോളിക്കുലർ എന്നല്ല, മാർക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാർക്കർ എന്ന് പറയുമ്പോൾ റീകോമ്പനൻറ്റ് ഈസ്റ്റിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കായിട്ടാണ്. പിന്നീട് ഇത് 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് ക്ലോണിംഗ് വെക്ടർ, ഈസ്റ്റ് എക്സ്പ്രഷൻ വെക്ടർ, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇന്ന് ബയോടെക്നോളജിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നോക്കിയത്. ആദ്യം നമുക്ക് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, ആരായിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് വെക്ടേഴ്സിലോട്ടാണ് പോയത്. വെക്ടേഴ്സ്, അത് തന്നെ ക്ലോണിംഗ് വെക്ടേഴ്സ്, എക്സ്പ്രഷൻ വെക്ടറും കണ്ടു. പിന്നീട് നമ്മൾ കണ്ടു പ്ലാസ്മിഡ് വെക്ടർ, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്മിഡ്, ഫേജ് വെക്ടറിനകത്ത് 2 എണ്ണമാണ് പഠിച്ചത്. ബാക്ടീരിയ ഫേജ് M13 വെക്ടറും ലാംഡ ഫേജ് വെക്ടറും, പിന്നീട് കോസ്മിഡ് വെക്ടർ, ഷട്ടിൽ വെക്ടേഴ്സ്. അപ്പോൾ ഈ വെക്ടേഴ്സിൻ്റെ ഒരു ഏതൊക്കെ വെക്ടറുകളാണ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കണ്ടത്. പിന്നീട് ലാസ്റ്റ് കണ്ടത് യൂക്കാരിയോട്ടിക് വെക്ടറാണ്. അതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നത് ഈസ്റ്റ് വെക്ടറിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബയോടെക്നോളജിയുടെ കോൺസെപ്റ്റ് വളരെ എളുപ്പമാണ്, പക്ഷേ നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആവേണ്ടതുണ്ട്. ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ പർപ്പസ് എന്താണ്, ക്ലോൺ ചെയ്യുകയാണ്. എക്സ്പ്രഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പ്രഷനിലൂടെ ഒരു പ്രോഡക്റ്റാണ് അവിടെ എയിം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തിനു വേണ്ടിയിട്ട് വെക്ടർ യൂസ് ചെയ്യുന്നു, ഏതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെക്ടറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബയോടെക്നോളജിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടു എന്നുള്ളൊരു രീതിയല്ല, പക്ഷേ എന്നാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു നല്ലൊരു ഭാഗമാണ് ബയോടെക്നോളജി. അതിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള വേണ്ടുന്ന കാര്യങ്ങളിൽ വേണ്ടുന്ന പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ക്ലാസ് തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്